യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശു ആരിലും വലിയവൻ. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും യേശുവിൻ്റെ വന്യനാമത്തിൽ യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് എന്നും കരുണ കാണിക്കുന്ന, നമ്മുടെ കണ്ണുനീരിൽ വേദനകളിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന യേശുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. ഒരിക്കലും വറ്റാത്ത ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണയും സ്നേഹവും കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് നമ്മുടെ മേൽ ചൊരിയപ്പെടാനായിട്ട് പോകുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, യേശുവിൽ വിശ്വസിക്കുന്ന നീ പക്ഷപാതം കാണിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണിത്. പക്ഷപാതം കാണിക്കരുത്. നമ്മുടെ സമൂഹത്തിൽ ഇതിന്ന് വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. വിഭാഗീയതയും പക്ഷപാതവും മതങ്ങളുടെയും ജാതികളുടെയും ഒക്കെ പേരുള്ള ഭിന്നതകളും ഒക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരിക്കലും നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിലോ ദരിദ്രൻ ആയതിൻ്റെ പേരിലോ ഒരിക്കലും ആരോടും പക്ഷപാതം കാണിക്കുവാനായിട്ട് പാടില്ല. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരമണിഞ്ഞു മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. ഇവിടെ അപ്പസ്തോലൻ ഒരു ഉദാഹരണം നമ്മൾ പറയുക. സമ്പന്നനായ ഒരു മനുഷ്യൻ നല്ല പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണമാലയൊക്കെ ഇട്ട് മോതിരമൊക്കെ അണിഞ്ഞ
സമ്പന്നനായ ഒരു വ്യക്തി കടന്നു വരുന്നു. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ദാരിദ്ര്യാവസ്ഥയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി. അങ്ങനെ കടന്നു വരുമ്പോൾ ഇവരോടുള്ള മനോഭാവം എന്തായിരിക്കും? ഇതാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു, പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്ന്, എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്ന് പറയുന്നു. അതായത് സമ്പന്നനായ വ്യക്തിയോട് നമ്മൾ വലിയ ബഹുമാനം കാണിക്കുന്നു, ഇരിക്കുവാൻ നല്ല ഇരിപ്പിടം കൊടുക്കുന്നു, നമ്മൾ വളരെ സ്നേഹാദരവുകളോടെ സ്വീകരിക്കുന്നു, സമ്പന്നനായ വ്യക്തിക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അത് നല്ലത് തന്നെ. പക്ഷേ പാവപ്പെട്ടവനോട് നീ എന്ത് കാണിക്കുന്നു? ഇത് ദൈവസന്നിധിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദരിദ്രരോടുള്ള നിന്റെ മനോഭാവം എങ്ങനെ ആയിരിക്കണം? അത് ക്രിസ്തുവിൻ്റെ മനോഭാവം ആയിരിക്കണം. ദരിദ്രനോട് നീ പറയുക, നീ അവിടെ ഇരിക്കുക, അല്ല നീ പുറത്ത് വെയിറ്റ് ചെയ്യുക, അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നീ പക്ഷപാതം കാണിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാം. അപ്പം സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല, ഉയർന്നവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സ്നേഹത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പക്ഷപാതം കാണിക്കുവാനായിട്ട് പാടില്ല. സമ്പത്തില്ലാത്ത വ്യക്തിയെ നീ അവഗണിക്കാനായിട്ട് പാടില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്. ആ ദരിദ്രനെ അവഗണിക്കുന്ന, ദരിദ്രനെ ഒഴിവാക്കുന്ന ഒരു ജീവിത ശൈലി, ഒരു മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെയല്ല നടക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനസ്സ്, അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്ന, മഴ പെയ്യിക്കുന്ന, മഞ്ഞു കൊടുക്കുന്ന, അനുഗ്രഹം വർഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. പക്ഷപാതം കാണിക്കുവാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പക്ഷപാതം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയേണ്ട ഒരു പാപം കൂടി ആയിട്ട് മാറുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പക്ഷപാതം കാണിക്കുന്ന നിലപാടുകൾ, പക്ഷപാതം കാണിക്കുന്ന അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു മാറ്റം വേണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം, അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കൾ ആവുകയും അല്ലേ ചെയ്യുന്നത്. ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. ദുഷ്ടമായ വിചാരങ്ങൾ, ദുഷ്ടമായ ചിന്താഗതികൾ, ഒരു വ്യക്തിയെ സമ്പന്നനെ ഉയർന്നവനായിട്ട് കാണുക, പാവപ്പെട്ടവനെ, കറുത്തവനെ, ദരിദ്രനവനെ പരിഹാസ്യനായി കാണുക, ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ദരിദ്രരെ സ്നേഹിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്. പാപിയുടെ പക്ഷം നിൽക്കുന്ന ദൈവം, ദരിദ്രനോട് കരുണ കാണിക്കുന്ന ദൈവം, എപ്പോഴും ദരിദ്രന് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം, മകനെ പാവപ്പെട്ടവൻ്റെ
ഉപജീവനം നീ തടയരുത്. പാവപ്പെട്ടവൻ്റെ ഉപജീവനം, വരുമാനത്തിൻ്റെ വഴികളെ ഒരിക്കലും നീ തടസ്സപ്പെടുത്തുവാനായിട്ട് പാടില്ല. പലരുമുണ്ട് പാവപ്പെട്ടവരെ ഞെരുക്കുന്നവർ. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞൊരു അനുഭവമാണ്. ആകെയുള്ളത് 10 സെൻറ്റ് സ്ഥലമാണ്. പക്ഷേ വീട്ടിലോട്ട് കയറിപ്പോകാനായിട്ട് കഷ്ടിച്ചൊരു ഇടവഴിയേ ഉള്ളൂ. തൊട്ട് അയൽവാസി സമ്പന്നനായ വ്യക്തി ഒന്ന് മനസ്സ് കാണിച്ചാൽ ഒരു 10-20 അടി നീളത്തിൽ ഒന്ന് വഴി തുറന്നു തന്നാൽ ഒരു ഓട്ടോറിക്ഷ എങ്കിലും വീട്ടിൽ എത്തിച്ചെല്ലും. പക്ഷേ സമ്പന്നനായ മനുഷ്യൻ ക്രൈസ്തവനാണ്. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് അതിന് മനസ്സുള്ള വ്യക്തിയല്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ദരിദ്രരെ ഞെരുക്കുന്ന, ദരിദ്രരെ പീഡിപ്പിക്കുന്ന ഒരു ശൈലി അനുവർത്തിക്കുന്ന വ്യക്തികൾ അത് അവസാനിപ്പിക്കുക. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദിവസം നീ നിൽക്കേണ്ടി വരും. അന്ന് ദൈവസന്നിധിയിൽ ദരിദ്രരെ ഞെരുക്കിയതിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പാവപ്പെട്ടവൻ്റെ ഉപജീവനത്തെ ഒരിക്കലും നീ തടയുവാനായിട്ട് പാടില്ല. പാവപ്പെട്ടവനോട് ദയ കാണിക്കുക, പാവപ്പെട്ടവനോട് കരുണ കാണിക്കുക, പാവപ്പെട്ടവൻ്റെ പക്ഷത്തു ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. പാവപ്പെട്ടവർ, ചുങ്കക്കാർ, വേശ്യകൾ, ദരിദ്രര്, പീഡിതര്, അന്ധന്മാർ, മുടന്തന്മാർ എല്ലാവരും യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെല്ലാവരെയും സ്വീകരിച്ചവനായ യേശു. മുഖം നോക്കാതെ മനസ്സു നോക്കുന്ന വ്യക്തികളാക്കി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. മനസ്സാക്ഷിയുള്ള വ്യക്തികളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അവിടെ പക്ഷപാതം കാണിക്കുന്നത് പാപമാണെന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. ദരിദ്രന് ഏതൊക്കെ വിധത്തിൽ സഹായം ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അവൻ്റെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാനും നമ്മൾ മനസ്സ് കാണിക്കണം. അവിടെയാണ് ദൈവം നമ്മോട് കരുണ കാണിക്കാനായിട്ട് പോകുന്നത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, അവരെ നമ്മൾ ഒരിക്കലും കാത്തിരുത്തി മുഷിപ്പിക്കാനായിട്ട് പാടില്ല. അവരെ നമ്മൾ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ല. അവരോട് എപ്പോഴും നമ്മൾ മനസ്സലിവ് കാണിക്കാൻ തയ്യാറാവണം. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. വിശന്നു വരുന്നവനെ ഒരിക്കലും അവഗണിക്കരുത്. വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുക്കണം. ഇന്നും ഈ സമൂഹത്തിൽ ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുകയാണ്, ദരിദ്രൻ ചവിട്ടുമതിക്കപ്പെടുകയാണ്, ദരിദ്രൻ്റെ അവകാശങ്ങൾ തടയപ്പെടുകയാണ്. ഇത് ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും നമ്മൾ കാണുകയാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരെ ചുട്ടുകൊല്ലുന്നു, ദരിദ്രരെ വധിക്കുന്നു. കർഷകരായിട്ടുള്ളവർ എല്ലാ വഴികളും അടയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആരും അവരെ പ്രതി വേദനിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ. അത് വേദനിക്കുന്നവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദരിദ്രർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ മനസ്സ് കാണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷപാതം കാണിക്കുന്ന നിലപാടുകൾ, പക്ഷപാതം കാണിക്കുന്ന ജീവിത ശൈലി നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ശക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം,
യേശുവിൻ്റെ രണ്ടാം വരവിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വിശക്കുന്നവനായി വന്നു, നീ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ വിശക്കുന്നവനായിട്ട് വന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നില്ല. ഈ ചോദ്യത്തിന് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ മറുപടി കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അവിടെ സമ്പത്ത് ദൂർത്തടിക്കുന്നവർ, ആഡംബരത്തിനു വേണ്ടി, ലോകത്തിൻ്റെതായ നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നവർ, അതാരുമാവട്ടെ, എത്ര ഉന്നത നിലകളിലുള്ളവരുമാവട്ടെ, അവർ ചിന്തിക്കണം, എൻ്റെ ഈ ആഡംബരം ശരിയാണോ? എൻ്റെ ഈ ദൂർത്ത് ശരിയാണോ? ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. ഒരു ഇടവകപ്പള്ളിയിലെ തിരുനാളിന് ഏകദേശം 80 ലക്ഷത്തോളം രൂപ ചെലവാക്കിയെന്ന്. നാടകവും ഗാനമേളയും വെടിക്കെട്ടും മറ്റു പല പരിപാടികളുമൊക്കെയായിട്ട് ചെലവാക്കി. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ആഹാരത്തിനു വേണ്ടി വിശന്ന് വലയുന്നവരുണ്ട്, സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമിയില്ലാത്തവരുണ്ട്, വിവാഹപ്രായമായ പെൺകുട്ടികളെ ഓർത്ത് നീറുന്ന ഹൃദയമായിട്ട് ജീവിക്കുന്ന അമ്മമാരും അപ്പന്മാരുമുണ്ട്. കെട്ടിച്ചയക്കാൻ ഒരു മാർഗവുമില്ല. 30, 35, 40 വയസ്സായ സഹോദരിമാർ നിൽക്കുന്നു. രോഗം ബാധിച്ചവർ, ചികിത്സിക്കാൻ മാർഗമില്ലാത്തവർ, വൈകല്യങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അവരിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അവരുടെ വേദന കാണുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. ആഡംബരത്തിൻ്റെ, ദൂർത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പെരുന്നാളുകളുടെയൊക്കെ കാലം അത് കഴിഞ്ഞുപോയി. വലിയ ഒരു മാറ്റം നമുക്കുണ്ടാവണം. യേശു ആഗ്രഹിക്കുന്നത് പോലെ വചനമനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകൾക്കൊരു മാറ്റമുണ്ടാവണം. യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. പക്ഷപാതം കാണിക്കുന്നവരെ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദിവസം വിധിക്ക് വേണ്ടി നീ നിൽക്കേണ്ടി വരും. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം, യാചകന് ദാനം താമസിപ്പിക്കരുത്. യാചകന് നീ ദാനം താമസിപ്പിക്കരുത്. നിന്റെ മുൻപിൽ ഒരാൾ വന്ന് കൈനീട്ടിയാൽ ഉള്ളതിൽ പങ്ക് കൊടുത്തു വിടുക. ആ മനുഷ്യനെ വിധിക്കാനോ കുറ്റം പറയാനോ വിമർശിക്കാനോ ഒന്നും നമ്മൾ പോവരുത്. നമ്മുടെ മുൻപിൽ വന്ന് കൈനീട്ടുന്ന വ്യക്തിയിൽ യേശുവിനെ നമ്മൾ കാണുക. മുറിവേറ്റ ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് കൈനീട്ടുന്ന വ്യക്തിക്ക് പറ്റുന്നതായ സഹായം കൊടുത്ത് പറഞ്ഞേക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഭാഷകൻ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, ദരിദ്രരിൽ നിന്ന് നീ മുഖം തിരിക്കരുത്. ദരിദ്രരിൽ നിന്ന് നീ ഒരിക്കലും മുഖം തിരിക്കുവാൻ പാടില്ല. ദരിദ്രരെ സ്നേഹിക്കുന്ന, ദരിദ്രരോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. ആര് യേശുവിനെ സ്വന്തമാക്കിയോ അവർക്ക് ദരിദ്രരെ സ്നേഹിക്കാതിരിക്കാനാവില്ല. നമുക്കറിയാം, ആരെങ്കിലുമൊക്കെ വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാവങ്ങളെ സ്നേഹിക്കുകയും അവരുടെ പക്ഷം ചേർന്ന് നിൽക്കുകയും ചെയ്തവരാ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ രാജകീയ നിയമം സഹോദരനെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ രാജകീയ നിയമം നീ പാലിക്കണം. ഈ നിയമം നീ പാലിക്കുന്നുവെങ്കിൽ നീ ഉത്തമമായി ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്.
സഹോദരനെ സ്നേഹിക്കാൻ, സഹോദരനോട് കരുണ കാണിക്കുവാൻ, അവൻ്റെ ആവശ്യങ്ങളിൽ കൈ അയച്ച് സഹായിക്കുവാൻ നമുക്ക് മനസ്സ് ഉണ്ടാവണം. യാക്കോബ് 2:9 പറയുന്നു, നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷപാതം കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാപികളാണ്. സമ്പന്നനോട് ഒരു മനസ്സ്, ദരിദ്രനോട് മറ്റൊരു മനസ്സ്. സമ്പന്നനെ കാണുമ്പോൾ നമുക്ക് വലിയ സ്നേഹം, ആദരവ്. പാവപ്പെട്ടവനെ കാണുമ്പോൾ പുച്ഛം. മോശം വസ്ത്രം ധരിച്ചവരെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു വെറുപ്പ്. അടുത്ത് നിൽക്കാൻ പോലും നമുക്ക് പ്രയാസം, ഒരു പുച്ഛമൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നീ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിയമത്തിൽ നീ കുറ്റക്കാരനായി വിധിക്കപ്പെടും. ദൈവിക നിയമത്തിൽ നീ കുറ്റക്കാരനാക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ നിയമം ഇതാ, പക്ഷപാതം കാണിക്കരുത്. ദരിദ്രനെ സ്നേഹിക്കണം. ദരിദ്രനോട് നീ കരുണ കാണിക്കണം. നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും മേഖലകളിൽ ദരിദ്രരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. ദരിദ്രരെ നമുക്ക് സ്നേഹിക്കാം. വേദനിക്കുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കാം. പാവപ്പെട്ടവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് മുഖം തിരിക്കാതിരിക്കാം. പറ്റുന്നതുപോലെയൊക്കെ ദരിദ്രരെ നമുക്ക് സഹായിക്കാം. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊന്ന് ഊരി പ്രാർത്ഥിച്ചാലോ? എന്ത് പറയുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കുക ഇമാനും വേണ്ടി. അഴിച്ചോ. പ്രാർത്ഥിക്കാം. ഞാനിവിടെ നിന്ന് കൈവയ്ക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കരമിട്ട് പിടിച്ചു. ഈ ഷോൾഡർ ഇനി ഒരിക്കലും ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി, ഈ മകന് പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവേ, ഈ മകനോട് കരുണ കാണിക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഷോൾഡർ സൗഖ്യമാവട്ടെ. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. യെസക്കേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. ഷോൾഡർ യഥാസ്ഥാനപ്പെടട്ടെ. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ യഥാസ്ഥാനത്താവട്ടെ. കയ്യിൽ നിന്ന് കാണിച്ച് ഇങ്ങനെ പിടിച്ച്. യേശു നന്ദി, യേശു സ്തുതി, യേശു കയ്യിൽ നിന്ന് പൊക്കിക്കേ. താത്തേ പൊക്കിക്കേ, താത്തേ പൊക്കിക്കേ. പതുക്കെ ചലിപ്പിച്ച് ഷോൾഡർ പൊക്കിക്കേ. ഇങ്ങനെ പൊക്കിയാൽ ഊരുന്നായിരുന്നു. കൈ പൊക്കിയാൽ ഊരിപ്പോകായിരുന്നു. കൈ ഒന്ന് ചലിപ്പിച്ച് പൊക്കിക്കേ. താത്തേ പൊക്കിക്കേ. ഇങ്ങനെ പതുക്കെ ഒന്ന് വെച്ച് വിശ്വാസത്തോടെ ഒന്ന് ചലിപ്പിച്ച്. ഇനി കയ്യിൽ നിന്ന് പൊക്കിക്കേ. പറഞ്ഞ്, ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ഞാൻ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. യേശു എന്നെ തൊട്ടു. ഞാൻ സൗഖ്യപ്പെട്ടു. കൈ മടക്കി വെക്കുന്ന വെച്ച് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ.
ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും.